ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. നീ എന്തിനാ ഇവളെ തല്ലാൻ നോക്കിയതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പല്ലവി പറയുകയാണ്, അസൂയ കൊണ്ട്. ഞാൻ ഇവിടുത്തെ മരുമകളായത് ഇവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, പാർവതി, ഇവളെ എൻ്റെ മരുമകളാ. മേലാൽ ഇവളുടെ നേരെ നീ ഒരു കൈ പോലും ഓങ്ങാനേ പാടില്ല. നീ വാ മോളെ, നിന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പല്ലവിയെ കൂട്ടിക്കൊണ്ട് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നു. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന ഗാർഗി പറയുകയാണ്, പാർവതി, ഞാനെല്ലാം കേട്ടു, നീ വിഷമിക്കാതെ. നിന്റെ നന്മ അവസാനം എല്ലാവരും തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് ഗാർഗി പറയുമ്പോൾ പാറു പറയുകയാണ്, പല്ലവിയുടെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ അതവൾ മനസ്സിലാക്കുന്നില്ല. നിലത്ത് പോലും വെക്കാതെ ഞാൻ അവളെ എടുത്തുകൊണ്ട് നടന്നതാ. ചിലപ്പോ നീ പറഞ്ഞതുപോലെ എന്നെങ്കിലും അവൾ എന്നെ തിരിച്ചറിയുമായിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പാറു അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് ഗാർഗി. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി ഫ്ലാസ്കിൽ നിന്നും ചൂട് ചായ കപ്പിലേക്ക് ഒഴിക്കുന്നതാണ്. അതേസമയം അവിടെ ഗാർഗിയെ കാണുമ്പോൾ പ്രഭാവതി മനസ്സിൽ പറയുകയാണ്, ചായ എന്താണെങ്കിലും ഗാർഗിയുടെ കൈ തന്നെ കൊടുത്തുവിടാം. ഞാൻ കൊണ്ടു കൊടുത്താലേ അയാൾക്ക് ചിലപ്പോൾ സംശയമുണ്ടായിട്ട് ചൂട് ചായ തന്നെ അയാൾ കുടിച്ചാലോ. തുടർന്ന് ഗാർഗിയെ വിളിച്ച് ചായ കൊടുക്കുകയാണ് പ്രഭാവതി. ഇത് ആ ശേഖരമേനോന് കൊണ്ടു കൊടുക്കാൻ പ്രഭാവതി പറയുമ്പോൾ ഗാർഗി ചോദിക്കുകയാണ്, അതെന്താ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്താല്? ഞാൻ കൊണ്ടു കൊടുത്താലേ അയാൾ എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ എനിക്കും ദേഷ്യം വരും. ശരി അമ്മയെന്ന് പറഞ്ഞ് ഗാർഗി ചായയുമായിട്ട് ശേഖരന്റെ മുറിയിലേക്ക് ചെല്ലുന്നു. തുടർന്ന് ഗാർഗി ചായ കൊടുക്കുമ്പോൾ ശേഖരൻ പറയുകയാണ്, ഇതിന് നല്ല ചൂടുണ്ടല്ലോ, ചായ തണുത്തിട്ടാ ഞാൻ കുടിക്കാറ്. അല്ല, ചായ മോൾ ഉണ്ടാക്കിയതാണോ എന്ന് ശേഖരൻ ചോദിക്കുമ്പോൾ അല്ലെന്നും പ്രഭാവതിയമ്മ ഉണ്ടാക്കി തന്നുവിട്ടതാണെന്നും ഗാർഗി പറയുന്നു. ഇത് കേൾക്കുന്ന ശേഖരന് സംശയം തോന്നുകയാണ്. ദേ, ചായ തണുക്കുന്നതിന് മുമ്പ് എടുത്തു കുടിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഗാർഗി അവിടെ നിന്ന് പോകുന്നു. അതേസമയം കണ്ണാടി എടുത്ത് വെക്കുകയാണ് ശേഖരൻ. തുടർന്ന് പ്രഭാവതി അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങോട്ടേക്ക് വരുന്ന പ്രഭാവതി കാണുന്നത് ചായ മാറ്റി വെച്ചിരിക്കുന്ന ശേഖരനെയാണ്. ഇത് കാണുന്ന പ്രഭാവതി മനസ്സിൽ പറയുകയാണ്, എടാ ശേഖര, ഇത്രയും നാളും നീ എന്നെ പറ്റിച്ചു. ഇതിന്റെ അകത്തിട്ട് നീ എന്നെ കൊല്ലാനും ശ്രമിച്ചു. നിന്റെ കളിയൊന്നും ഇനി ഇവിടെ നടക്കാനേ പോകുന്നില്ല. തുടർന്ന് ശേഖരൻ മനസ്സിൽ പറയുകയാണ്, പ്രഭാവതിയാണ് ഈ ചായ കൊടുത്തുവിട്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഗൂഢലക്ഷ്യമുണ്ട്. എന്താണെങ്കിലും ഞാനൊന്ന് കരുതിയിരിക്കണം. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി പ്രതാപനോട് കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. എന്താണെങ്കിലും പാർവതിക്ക് കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കും. അവളും കൂടി അറിയാതെ എന്താണെങ്കിലും അയാളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കില്ലല്ലോ. ഇതെന്താണെങ്കിലും പാർവതിയും ശേഖരമേനോനും തമ്മിലുള്ള ഒത്തുകളി തന്നെയാ. അന്ന് ശേഖരമേനോൻ എന്നെ കൊല്ലാൻ വന്നപ്പോഴും പാർവതി തന്നെയാ അയാളെ തന്ത്രപരമായി ഇവിടെ നിന്ന് രക്ഷിച്ചത്. പക്ഷെ ചേച്ചി, എന്തുകൊണ്ടാകും പാർവതി ഈ കാര്യങ്ങളൊന്നും വിശാലിനോട് പറയാതിരുന്നത്? അതിനും കാരണമുണ്ട് പ്രതാപ. ചിലപ്പോ നമുക്കെതിരെയുള്ള തെളിവുകൾ എല്ലാം കൂടി ശേഖരിച്ച് നമ്മളെ ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കാനായിരിക്കും അവളുടെ ലക്ഷ്യം. ആദ്യം അവളുടെ പദ്ധതി തകർക്കണം. അവളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അതെല്ലാം നശിപ്പിക്കണം. എന്റെ ചേച്ചി, ഇന്നുകൊണ്ട് തന്നെ വേണമെങ്കിൽ രണ്ടിനെയും തീർക്കാം. വേണ്ട പ്രതാപ, എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. തീർക്കുമ്പോഴേ തെളിവുകളൊന്നുമില്ലാതെ വേണം തീർക്കാൻ. എടാ, നമ്മൾ എന്താണെങ്കിലും പാർവതിയെ കൊല്ലണ്ട. പാർവതിയെയും ശേഖരമേനോനെയും വിശാല തന്നെ കൊന്നോളും. എടാ, അവനെ കൊന്നയാൾക്ക് അവന്റെ ഭാര്യ തന്നെ ഇവിടെ താമസം സൗകര്യമാക്കി കൊടുത്തെന്നറിഞ്ഞാൽ എന്തായിരിക്കും അവന്റെ പ്രതികരണം? കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവൻ തന്നെ ആ കൃത്യം ചെയ്തോളും. പക്ഷെ അതിനുവേണ്ടി നമ്മൾക്കും കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ട്. അതിനായി ആദ്യം തന്നെ എനിക്കെതിരെ ഒരു കൊലപാതക ശ്രമം നടക്കണം. അത്രയും പറഞ്ഞിട്ട് തന്റെ പ്ലാനെല്ലാം പ്രതാപനോട് പറയുകയാണ് പ്രഭാവതി. പിന്നീട് കാണിക്കുന്നത് ശേഖരനെയാണ്. പ്രഭാവതിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ശേഖരൻ ഓർക്കുമ്പോൾ അങ്ങോട്ടേക്ക് പാറു വരികയാണ്. എനിക്കിനിയും ഈ രഹസ്യങ്ങളൊന്നും കൊണ്ടു നടക്കാൻ സാധിക്കില്ല. ഒന്നെങ്കിൽ നിങ്ങളായിട്ട് തന്നെ എല്ലാം തുറന്നു പറയണം. വിശാൽ സാറിനോട് എല്ലാം പറയാനായി ഞാനൊരു ശ്രമം നടത്തിയതാ. അതിനു പറ്റിയ നല്ലൊരു തെളിവായിരുന്നു ആ ഫിലിമിന്റെ നെഗറ്റീവ്. പക്ഷേ അതും എൻ്റെ കയ്യിൽ നിന്നും നഷ്ടമായി പോയി. ഇതൊക്കെ കേൾക്കുന്ന ശേഖരൻ പറയുകയാണ്, പ്രഭാവതി എന്നെ തിരിച്ചറിഞ്ഞെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഇവിടെ ഒരു വധശ്രമം ഉണ്ടാകും. അതിന്റെ കാരണം എന്താണെന്ന് പാറു ചോദിക്കുമ്പോൾ അതിനായി അവൾ ചില പരീക്ഷണങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ടെന്ന് ശേഖരൻ പറയുകയാണ്. ഞാനും പ്രഭാവതിയും കൂടി ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ആ ഫോട്ടോ പാർവതി കൊണ്ടുപോയി വിശാലിനെ കാണിക്ക്. ആവശ്യമെങ്കിൽ ഞങ്ങളുടെ വിവാഹം നടത്തിയ കർമ്മിയെയും ഞാനിവിടെ വിളിച്ചു വരുത്താം. അദ്ദേഹം സാക്ഷി പറഞ്ഞോളും. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, മതി, അത് മതി. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രഭാവതി അമ്മയുടെ ഭർത്താവായിരുന്നെന്ന് എനിക്ക് വിശാൽ സാറിന്റെ മുമ്പിൽ തെളിയിക്കണം. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപനും പ്രഭാവതിയും കൂടി ഹാളിൽ വന്ന് എന്നെ കൊല്ലാൻ നോക്കുന്നെന്ന് പറഞ്ഞ് ശബ്ദമുണ്ടാക്കുന്നതാണ്. അതേസമയം വിശാലും പാറുവും കൂടി താഴേക്ക് വരുന്നു. എന്താ അമ്മേ, എന്താ പ്രശ്നമെന്ന്
വിശാൽ ചോദിക്കുമ്പോൾ അന്നത്തെ പോലെ എന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ചെന്ന് പ്രഭാവതി പറയുന്നു. ഇന്നും ആ ശേഖരമേനോൻ തന്നെയാണോ വന്നതെന്ന് വിശാൽ ചോദിക്കുമ്പോൾ ആരാണെന്നറിയില്ലെന്നും ഇന്ന് അയാള് പർദ്ദയിട്ടുണ്ടാ വന്നതെന്നും പ്രഭാവതി പറയുന്നു. പ്രതാപൻ അയാളെ അന്വേഷിച്ച് പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് പ്രഭാവതി പറയുന്നു. തുടർന്ന് വിശാലും പ്രതാപന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പ്രതാപൻ പറയുകയാണ് അയാളുടെ മുറിയിലുണ്ടെന്നാ തോന്നുന്നത്. ആരുടെ, മുത്തശ്ശന്റെയോ എന്ന് വിശാല ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുകയാണ്, അതെ, അയാൾക്ക് കണ്ണു കാണില്ലല്ലോ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും അവിടെ ചെന്ന് ഒളിച്ചിരിക്കാലോ. അങ്ങനെ വിശാലും പ്രതാപനും കൂടി ശേഖരന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കുറെ നേരം വിശാലും പ്രതാപനും കൂടി തട്ടി വിളിക്കുമ്പോൾ ശേഖരൻ ചെന്ന് കതക് തുറക്കുകയാണ്. അവർ രണ്ടിനെയും ആ സമയത്ത് അവിടെ കണ്ടതിന് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശേഖരൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.